നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത്. കാരണം തകർന്ന വീടിന്റെ ഇഷ്ടിക എടുത്തു മാറ്റാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും. കാലുകൾ മുറിഞ്ഞേക്കാം, എന്നിരുന്നാലും ആഞ്ഞു ചവിട്ടും തോറും ഉറച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് ജീവിത വിജയവും. ഒരാളുടെ വിജയം മാത്രം ആളുകൾ കാണുന്നു, എന്നാൽ അയാൾ അതിനുവേണ്ടി ചെയ്ത ത്യാഗങ്ങളും പരിശ്രമങ്ങളും ആരും കാണുന്നില്ല. ദുഷ്ടൻ, പാമ്പ് ഇവയിലൊന്നിനെ സ്വീകരിക്കേണ്ടി വന്നാൽ പാമ്പിനെ സ്വീകരിക്കുക. സ്വയരക്ഷയ്ക്കല്ലാതെ പാമ്പ് ആക്രമിക്കുകയില്ല. ആവശ്യമില്ലാത്തിടത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ക്ഷമ, ആവശ്യമില്ലാത്തിടത്ത് നിങ്ങൾ കാണിക്കുന്ന കാരുണ്യം, ആവശ്യമില്ലാത്തിടത്ത് നിങ്ങൾ പ്രയോഗിക്കുന്ന മൗനം, ആവശ്യമില്ലാത്തിടത്ത് നിങ്ങൾ നൽകുന്ന സ്നേഹം, ഇതെല്ലാം അധർമ്മത്തിൽ ചെന്ന് കലാശിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കും. ജീവിതം സൈക്കിൾ ചവിട്ടുന്നത് പോലെയാണ്. നിങ്ങളുടെ ബാലൻസ് നിലനിർത്താൻ നിങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കണം. ജനിച്ചവന് മരണം നിശ്ചയമാണ്, മരിച്ചവന് ജനനവും നിശ്ചിതമാണ്. അതുകൊണ്ട് പരിഹാരമില്ലാത്ത കാര്യത്തിൽ ദുഃഖിക്കുന്നത് നിനക്ക് ഉചിതമല്ല. എത്ര കുറച്ച് നമ്മൾ സംസാരിക്കുന്നുവോ അത്രയും കൂടുതൽ മൂല്യം നമ്മുടെ വാക്കുകൾക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് നിങ്ങളുടെ വഴിയാണ്, നിങ്ങളുടേത് മാത്രം. മറ്റുള്ളവർ നിങ്ങളോടൊപ്പം നടന്നേക്കാം, പക്ഷെ നിങ്ങൾക്ക് പകരം നടക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങൾക്കായുള്ള നല്ല ദിവസങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. എല്ലാ ദിവസവും ഹൃദയഭാരത്തോടെ ഉണരുന്നത് അവസാനിപ്പിക്കുക. ഭാവി ജീവിതത്തിൽ പ്രതീക്ഷ വയ്ക്കുക. നിങ്ങൾക്ക് സംഭവിക്കുന്നതെല്ലാം നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. സംഭവിക്കുന്നതിനോടുള്ള നിങ്ങളുടെ പ്രതികരണത്തെ മാത്രമേ നിയന്ത്രിക്കാൻ കഴിയൂ. പ്രതികരണത്തിലാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി. വിജയം ജീവിതത്തിൽ അവിചാരിതമായി സംഭവിക്കുന്ന ഒന്നല്ല. നിരന്തരമായ കഠിനാധ്വാനം, ത്യാഗം, ആത്മവിശ്വാസം, നിർത്താതെയുള്ള പഠനം എന്നിവയാൽ ലഭിക്കുന്നതാണ്. ഈ ലോകത്തിൽ ചുറ്റുമുള്ളവരെ ഒരുപാട് ആശ്രയിക്കരുത്. കൂരിരുട്ടിൽ നിങ്ങളുടെ നിഴൽ പോലും നിങ്ങളെ ഉപേക്ഷിക്കുന്നു. ഏറ്റവും അടുപ്പമുള്ളവരാണ് അതിസമൃദ്ധമായി ചതിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ആഴത്തിലുള്ള മുറിവുകൾ സമ്മാനിക്കുന്നത്. ജീവിതം ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങൾ പുഞ്ചിരിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് നേരെ പുഞ്ചിരിക്കുകയുള്ളൂ. ഒരു കൂട്ടം ആളുകളിരുന്ന് ചിരിക്കുമ്പോൾ നിങ്ങളെ നോക്കി ആരാണ് ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ആ വ്യക്തിക്ക് നിങ്ങളോട് അഗാധമായ അടുപ്പമുണ്ട്. ജീവിതത്തിന്റെ ആദ്യ പകുതിയിൽ ജയിക്കാൻ ചുറുചുറുക്കും വിശ്വാസവും ഉത്സാഹവും വേണം. രണ്ടാം പകുതിയിൽ ക്ഷമയും അച്ചടക്കവും അത്യാവശ്യമാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.